പോയാൽ, ഞാൻ മരിച്ചു പോയാൽ എന്റെ സമൂഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട അതല്ലെങ്കിൽ താക്കീത് നൽകപ്പെട്ട സംഭവങ്ങൾ വരും. ഒരു പ്രവചനമായിരുന്നു അത്. ചിലതൊക്കെ സംഭവിക്കും, ഞാൻ എന്റെ കാലം കഴിഞ്ഞാൽ ചിലതൊക്കെ സംഭവിക്കും എന്നൊരു വാചകം സഹാബിമാർ നെട്ടിപ്പോയി ഇത് കേട്ടപ്പോൾ. പ്രവാചകൻ പറഞ്ഞു, എന്റെ സഹാബിമാർ, ഞാൻ എന്റെ സഹാബിമാരുടെ കാവൽക്കാരൻ എന്ന പോലെ എന്റെ സഹാബിമാർ എന്റെ ഉമ്മത്തിന്റെ കാവൽക്കാരാണ്. ഈ സഹാബിമാര് കഴിഞ്ഞാൽ ഉമ്മത്തിന് ചിലതൊക്കെ സംഭവിക്കും. അത് പിന്നീട് സംഭവിച്ചു. ഒരു ദുർഗതി, ഒരു തകർച്ച വരികയാണ്. ഒരു തകർച്ചയെ പറ്റിയാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാനുള്ള കാലത്തോളം ഇല്ല, ഒരിക്കലും നിങ്ങൾക്ക് നാശമുണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഇല്ല, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഇല്ല, അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായാൽ പ്രവാചകൻ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ, പ്രവാചകന്റെ തീർപ്പ് വന്നാൽ പിന്നെ അതിനെ മുന്നും പിന്നും നോക്കാതെ അത് അപ്പടി സ്വീകരിക്കുന്ന ഒരവസ്ഥ സഹാബിമാരായ നിങ്ങൾക്കുണ്ടാകുവോളം നിങ്ങൾ മുഅ്മിനാവില്ല എന്ന് ഖുർആൻ അവരെ പഠിപ്പിച്ചപ്പോ പ്രവാചകൻ എന്തു പറഞ്ഞു? അവരുടെ പാരമ്പര്യം എന്തായിരുന്നാലും, അവരുടെ ടേസ്റ്റ് എന്തായിരുന്നാലും, അവരുടെ അറിവെന്തായിരുന്നാലും, അവരുടെ ബുദ്ധിയും യുക്തിയും എന്ത് പറഞ്ഞാലും പ്രവാചകൻ എന്ത് പറഞ്ഞോ അതപ്പടി സ്വീകരിക്കാൻ അവർ തയ്യാറായി. അതിൽ യാതൊരു അനിഷ്ടവും അവർക്കുണ്ടായില്ല. അനിഷ്ടമുണ്ടെങ്കിൽ തന്നെ അതവർ മനസ്സിൽ വെച്ചു, അത് മിണ്ടാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സത്യം. അങ്ങനെ അവർ അംഗീകരിച്ചു. ഉംറക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പോയി. അന്യരുടെ നാട്ടിലേക്കല്ല ഉംറക്ക് പോയത്, സ്വന്തം ജനിച്ചു വളർന്ന ഖുറൈശി തറവാട്ടിലേക്കാണ് ഉംറക്ക് പോയത്. കഅബാലയത്തിലേക്കാണ് ഉംറക്ക് പോകുന്നത് പ്രവാചകൻ ഹിജ്റ 6-ാം കൊല്ലം. ആരാണ് കഅബ? തന്റെ മൂത്താപ്പയും വല്യാപ്പയുമായിരുന്നു കഅബയുടെ മുത്തവല്ലി. യഥാർത്ഥത്തിൽ കഅബയുടെ താക്കോൽ പ്രവാചകന് കിട്ടേണ്ടതായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മുശ്രിക്കുകൾ കഅബയുടെ താക്കോൽ പിടിച്ചു വെക്കുകയും വിശ്വാസത്തിന് വേണ്ടി പ്രവാചകൻ നാടുപെടുകയും ചെയ്തു. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും സംഭവം ഉണ്ടായിട്ടുണ്ട്. പെട്ടിയും താക്കോലും മനുഷ്യരുടെ കയ്യിലും വിശ്വാസവും ആദർശവും വിശ്വാസികളുടെ കയ്യിലുമായ സംഭവങ്ങൾ ചരിത്രത്തിൽ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താക്കോലും പെട്ടിയും കഅബയുടെയും സംസമിന്റെയും താക്കോല് അബ്ദുൽ മുത്തലിബിന്റെയും അബൂ താലിബിന്റെയും അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും കയ്യിൽ ആയപ്പോൾ അത് അവിടെ കൊടുത്ത് പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മദീനയിലേക്ക് പോയി. അവിടേക്കാണ് തിരിച്ചു വരുന്നത്, ആരാന്റെ നാട്ടിലേക്കല്ല. സ്വന്തം വല്യാപ്പയുടെയും മൂത്താപ്പയുടെയും ഒക്കെ അധികാര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന കഅബയിലേക്ക് അല്ല, മനുഷ്യ സമുദായത്തിന്റെ വിശുദ്ധമായ ആ ഗേഹത്തിലേക്ക്, പിതാമഹനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബയിലേക്ക്. സഹാബിമാർ പറഞ്ഞു, റസൂലേ, നമ്മളെ ഉംറ ചെയ്യാൻ വേണ്ടി മുശ്രിക്കുകൾ തടുക്കുകയാണെങ്കിൽ നിങ്ങൾ പതറരുത്, തിരിഞ്ഞു പോകരുത്. ഇനി മദീനയിലേക്ക് തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, ഉംറ ചെയ്യാതെ. വേണ്ടി വന്നാൽ ഇവിടെ വെച്ച് നമുക്ക് മരിക്കാം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിങ്ങളോട് ബൈഅത്ത് ചെയ്ത് കൈയടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആ സത്യവിശ്വാസികളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്ന് അല്ലാഹു തആല ഖുർആനിൽ കൂടി പഠിപ്പിച്ച, സൂറത്തുൽ ഫത്ഹിൽ പഠിപ്പിച്ച ആ സംഭവമാണിത്. ഉംറ ചെയ്യാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഖുറൈശികൾ തടുത്താൽ ഞങ്ങൾ മരിക്കാനും യുദ്ധം ചെയ്യാനും തയ്യാറാണ് ആദർശത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൈപിടിച്ച് സത്യം ചെയ്തു, പ്രതിജ്ഞ കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മൾ യുദ്ധം ചെയ്യണ്ട, പോവുക, നമ്മൾ തിരിച്ചു പോവുക. ഒരു കരാർ എഴുതി മുശ്രിക്കുകളുമായി. കരാർ എഴുതി. എന്തായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ മാത്രം എന്തായിരുന്നു എന്നറിയാമോ? നിങ്ങൾ ഇക്കൊല്ലം തിരിച്ചു പോകണം. ആയിക്കോട്ടെ, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളുടെ യുദ്ധത്തിന് വരൂല. 10 കൊല്ലത്തിന് ഇനി യുദ്ധം നമ്മളേറ്റ് വേണ്ട, എന്നാ വേണ്ട. ആരെങ്കിലും മക്കയിൽ നിന്ന് മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി ആരെങ്കിലും മദീനയിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് അവരെ തിരിച്ചയക്കണം. ആയിക്കോട്ടെ, ഞാൻ തിരിച്ചയച്ചോളാം. മുസ്ലിമീങ്ങൾ മദീനത്തേക്ക് വന്ന അവിടെ നിർത്തൂല, തിരിച്ചയച്ചോളാം. സഹാബിമാർ റസൂലുള്ളാഹിന്റെ കണ്ണിക്ക് നോക്കി, എന്തൊരു യുക്തിയില്ലാത്തതാണോ ഇത്?
മുസ്ലിമീങ്ങളാകെങ്കിലും മദീനത്തേക്ക് വന്ന മക്കയിലേക്ക് മുസ്ലിമീങ്ങളിലേക്ക് അയക്കണമെന്നോ നബി പറഞ്ഞുകൊണ്ടല്ലേ? ഞാനാണ് പറയുന്നത്, തിരിച്ചയക്കാം. ഖുറൈശികൾ ഒന്നുകൂടി ഒരു ചവിട്ടുകൂടി മുന്നോട്ട് വെച്ചു, കാല് ഒന്നുകൂടി മേക്കെട്ട് കയറ്റി വെച്ചു പറഞ്ഞു, ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസിയായ ഒരാൾ മക്കത്തേക്ക് എത്തിപ്പെട്ടാൽ അവരെ തിരിച്ചയക്കില്ല എന്നും നീ സമ്മതിക്കണം. നബി പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ തിരിച്ചയക്കാം. മുസ്ലിമീങ്ങൾ ആരെങ്കിലും അവന്റെ കുടുംബവും കൂട്ടും നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കച്ചവട ആവശ്യാർത്ഥം കയ്യിലൊക്കെ ഇങ്ങനെ പോയി മക്കത്ത് നിങ്ങളെ കയ്യിൽ വെച്ച് പിടികിട്ടിയാൽ ഒരു മുസ്ലിമിനെ നിങ്ങൾ മദീനത്തേക്ക് അയക്കണ്ട, നിങ്ങൾ എന്താ ചെയ്താണ് നിങ്ങൾ കാട്ടിക്കൂടി എന്താ വെച്ചാൽ. മുസ്ലിമങ്ങൾ ആരെങ്കിലും മദീനത്ത് മുസ്ലിമായി ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ മുസ്ലിമീങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചേക്കൂല, ഞങ്ങൾക്ക് തന്നെ തരാം. ഒരിക്കലും ഒരു സഹാബിക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ കരാറ്. അലസ്ന അലൽ ഹഖി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കരാർ എഴുതിയപ്പോ എഴുന്നേറ്റ് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവസാനം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ചോദിച്ചു, അലസ്ന അലൽ ഹഖി, നമ്മൾ സത്യത്തിലല്ലേ റസൂലേ? എന്തിനാണ് ഇത്ര വലിയ നിന്ദ്യമായ പരാജയപ്പെട്ട ഒരു കരാറ് നമ്മൾ സമ്മതിക്കുന്നവരോട്? റസൂലുള്ളാഹി പറഞ്ഞു, മിണ്ടരുത്, അല്ലാഹുവിന്റെ റസൂലാ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ സദറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയസ്ലിമൂ തസ്ലീമാ. എന്റെ വിധി അല്ലാഹുവിന്റെ വിധിയാണ്, അത് തീരുമാനിക്കോ, നിങ്ങൾ അത് അംഗീകരിക്കുവോളം നിങ്ങൾ മുഅ്മിനാവില്ല എന്ന് പഠിച്ചിട്ടില്ലേ? മിണ്ടരുത്. ആരും മിണ്ടില്ല. മനസ്സിൽ ഖേദവും സങ്കടവും, എന്നാൽ പ്രവാചകന്റെ വിധിയല്ലേ എന്ന മനസ്സുറപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായ യഖീനോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയാണ്, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഞങ്ങളുടെ അഭിമാനത്തിന് യോജിക്കുന്നില്ല, ഞങ്ങളുടെ ആത്മത്യാഗത്തിനുള്ള സന്നദ്ധതയ്ക്ക് യോജിക്കുന്നില്ല, ഞങ്ങൾ മരിക്കാൻ തയ്യാറായിരുന്നു റസൂലിന്റെ പിന്നാലെ, എന്നിട്ടും അതിനൊന്നും യോജിക്കാത്ത എന്നാ നബി പറഞ്ഞത് കൊണ്ട് മാത്രം തിരിച്ചുപോയി. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബിമാരുടെ നിലപാട്. റസൂല് പറഞ്ഞു, പിന്നെ അതിന് ഒരു മുതലാളി പറഞ്ഞാലും ഒരു കാരണവര് പറഞ്ഞാലും ഒരു മഹാൻ പറഞ്ഞാലും അതിനെ അംഗീകരിക്കുമായിരുന്നില്ല. അതായിരുന്നു സത്യം, റസൂലിന്റെ ഒരു സത്യം, റസൂല് പഠിപ്പിച്ച സന്ദേശം. അവിടുന്ന് റസൂൽ പറയാണ്, ആ ഒരു അവസ്ഥ ഞാനുള്ള കാലത്തോളം ഉണ്ടാകും. പിന്നെ എന്റെ സഹാബിമാരായ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ റസൂലുള്ള ഒരു വിഷയം ഇന്നതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും സഹാബിമാരായ നിങ്ങൾ. അപ്പൊ എന്റെ ഉമ്മത്തിനും ഈ റസൂലിന്റെ ശരീഅയിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളുള്ള കാലത്തോളം. എന്നാൽ എന്റെ സഹാബിമാരും കൂടി ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയാൽ എന്റെ ഉമ്മത്തിന് അബൂതുഫൈൽ ആമിർ ഇബ്നു വാസിലത്തുൽ ലൈസി റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ ഒരു നൂറ്റാണ്ടിന്റെ ആദ്യ കാലത്ത് ഒരു 100 കൊല്ലം പിന്നിട്ടപ്പോൾ മരിച്ചുപോയത്. അവസാനത്തെ മരിച്ച സഹാബി അബൂതുഫൈൽ ആമിറുൽ ലൈസി ആണ് എന്ന് ചരിത്രത്തിൽ കാണാം. ആവട്ടെ, അവസാനത്തെ സഹാബിമാരും കൂടി മരിച്ചു പോയപ്പോൾ ഈ സമുദായത്തിന് പലതും സംഭവിച്ചു, ഇല്ലേ? ഭിന്നതകൾ ഉണ്ടായി, തർക്കങ്ങളുണ്ടായി, ബഹളങ്ങളുണ്ടായി. ഇവിടെയാണ് ആ പഴയ കാലത്തെ ആ പ്രവാചകന്മാരുടെ പാരമ്പര്യം പുതുക്കണമെന്ന് നമ്മൾ പഠിക്കേണ്ടത്. തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടാകുമ്പോൾ എന്തിലേക്ക് മടങ്ങണം? ഞാൻ പിടിച്ചത് ശരിയാണ്, ഞാൻ എന്റെ ആശയം ശരിയാണ്, എനിക്കിനി ഇതിന്റെ അപ്പുറം ഒന്നും നന്നാവാനില്ല, ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് സഹോദരന്മാരെ. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്നാ الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. سورة النجم الله പറഞ്ഞ ഒരു ആശയമുണ്ട്. എന്താണത്? هو فلا تزكوا أنفسكم فلا تزكوا أنفسكم هو أعلم بمن اتقى. ഞാൻ പിടിച്ചത് ശരിയാണ്, ഞാൻ പറഞ്ഞതാണ് ശരി, ഇതിന്റെ അപ്പുറം ശരിയില്ല എന്ന ഒരു കടും വാശി ഒരു കാലഘട്ടത്തിലും സഹാബിമാരെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. സത്യത്തിലേക്ക് മടങ്ങണം, ദീനിലേക്ക് മടങ്ങണം, എന്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ എന്റെ പാരമ്പര്യമാണ്. ആ ഒരു വാശി ഒരിക്കലും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിൽ പ്രവാചകൻ ബാക്കി വെച്ചില്ല.
ഫലാ തുസഖു അൻഫുസകും, നിങ്ങളെ നിങ്ങൾ നല്ലവരാണ് എന്ന് ധരിക്കരുത്. ഹുവ അഅലമു ബിമൻ ഇത്തഖ, പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവൻ ആരാണ് എന്ന് അല്ലാഹുക്കറിയാം. ഇപ്പോ നമ്മൾക്കൊക്കെ ഇങ്ങനെ തന്നെ, ഇന്നോലൊക്കെ മുശ്രിക്ക്, ഇന്നോലൊക്കെ കാഫിർ, മറ്റോനൊക്കെ പേച്ചോൻ, അങ്ങനെ ഇരുന്ന് പേച്ചവരെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ. ഫലാ തുസഖു അൻഫുസകും, ദീനിൽ നിന്ന് പുറത്തുപോയവരുടെയും പേച്ചവരുടെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ജീവിക്കണോ? ഫലാ തുസഖു അൻഫുസകും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ സ്വന്തം ശുദ്ധരാണ് എന്ന് പറയരുത്. നിങ്ങൾക്കറിയാമോ, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചു. മദീനയിൽ വെച്ചാണ് മരിച്ചത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അവിടെ മക്കയിൽ ജീവിച്ച മുഹാജിറാണ്, ഹിജ്റ വന്ന ആളാണ്. നാട്ടിൽ നല്ല സ്വാധീനവും കഴിവൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഹിജ്റ വന്നപ്പോൾ മദീനയിൽ ആരുമില്ല, ഒരു കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമുണ്ടായില്ല. നന്നായി ഒരു കച്ചവടം ചെയ്ത് സ്വന്തം അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മുഹാജിറുകൾ എത്തിയിട്ടില്ല. അൻസാറുകളായ ആളുകളുടെ വീട്ടിൽ അതിഥികളായി കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിലാണ് ഹിജ്റ വന്നവരുടെ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ മയ്യിത്ത് മദീനയിൽ കണ്ണു ചിമ്മിക്കിടക്കുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ എന്ന സഹാബാ വനിതയുടെ അൻസാരി സഹാബിയത്തിന്റെ വീട്ടിലാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ അതിഥിയായി താമസിച്ചിരുന്നത്. അവിടെ വെച്ച് മരിച്ചു. ഉമ്മുൽ അലാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, ഉസ്മാൻ ഇബ്നു മദ്ഊൻ മരിച്ചിരിക്കുന്നു എന്ന്. സാധാരണ ഒരു മരണ വാർത്ത കേട്ടതിനേക്കാളും അധികം പ്രവാചകന് ചില ഓർമ്മകൾ തികട്ടി വന്നു. കാരണം മക്കയിൽ സുഖമായി ജീവിച്ചിരുന്ന ആ കാലഘട്ടമൊക്കെ ഓർത്തു. അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് കുടിയേറിപ്പാർത്തു. ദാരിദ്ര്യത്തിന്റെ കൊടും ദാരിദ്ര്യത്തിലേക്ക് മദീനയിലെ ഒരവസ്ഥ. മദീനയിൽ വന്ന് ജീവിതം പച്ചപിടിക്കാനുള്ള ഭാഗ്യം ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഉണ്ടായില്ല. സ്വന്തം ഒരു ഖൈമ, ഒരു കൂടാരം കെട്ടിയിട്ടെങ്കിലും, കൂര കെട്ടിയിട്ടെങ്കിലും പാർക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അള്ളാഹു ആദ്യമായി മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ചത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നു, ഉമ്മുൽ അലാഇന്റെ വീട്ടിലേക്ക് ചെന്നു. റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ ആ നെറ്റത്തിൽ നിന്ന് കഫം പുട മാറ്റി ചുംബിച്ചു. സാധാരണ പ്രവാചകൻ ചെയ്യാത്തത്, ചുംബിച്ചു, തുരുതുരാ ചുംബിച്ചു. ഇത് കണ്ടു നിൽക്കുകയാണ് വീട്ടുകാരിയായ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ. അവരവിടുന്ന് പറഞ്ഞു പോയി, വല്ലാഹി ലഖദ് അക്രമക്കല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. യാ അബൂ സായിബ്, അബൂ സായിബേ, ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഓമന പേരായിരുന്നു അബൂ സായിബ്. അബൂ സായിബേ, സഹാറത്തി അലൈക ലഖദ് അക്രമക്കല്ലാഹ്, അല്ലാഹ് താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. റസൂലുള്ളാഹി ചുംബിച്ച മയ്യിത്തല്ലേ, റസൂലുള്ളാഹിക്ക് ഇത്ര വലിയ സങ്കടം വന്ന് ചുംബിച്ച മയ്യിത്തല്ലേ, ഞാൻ സാക്ഷി നിൽക്കുന്നു താങ്കളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്തിന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഉമ്മുൽ അലാഇന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, യാ ഉമ്മുൽ അലാ, മൻ അഖ്ബറകി അന്നല്ലാഹ അക്രമഹു ഖദ് അക്രമഹു. ഉമ്മുൽ അലാ, ആര് പറഞ്ഞിട്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു മദ്ഊനെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാണ്? ആരാ നിനക്ക് പറഞ്ഞു തന്നത്? വഇന്നീ ലഅർജു ലഹുൽ ഖൈർ, ഞാൻ അദ്ദേഹത്തിന് ഖൈറുണ്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന് ഞാൻ ഖൈർ, ലഖദ് അമാവ വഇന്നഹു ലഖദ് ജാഅഹുൽ യഖീൻ, അദ്ദേഹത്തിന് മരണം വന്നു, അയാൾ മരിച്ചുപോയി, ഉറപ്പ് തന്നെയാണ്, ഒരു സംശയവുമില്ല. വഇന്നീ ലഅർജു ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പക്ഷേ അല്ലാഹു എന്നെ ആദരിച്ചു എന്ന് പറയാൻ, ഉമ്മുൽ അലാഇ അങ്ങനെ ചീട്ട് കൊടുക്കാൻ നീ ആരാണ്? ആരാ നിന്നോട് പറഞ്ഞത്? വല്ലാഹി യാ ഉമ്മുൽ അലാ, ഉമ്മുൽ അലാഇ, അല്ലാഹു തന്നെയാണ് സത്യം. വഅന റസൂലുള്ളാഹ്, അല്ലാഹു അയച്ച റസൂലാണ് ഞാൻ. ഫമാ വമാ അദ്രി മാ യുഫഅലു ബി, എന്നെ കൊണ്ട് നാളെ പരലോകത്ത് അല്ലാഹ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂലായ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊനെ അല്ലാഹ് ആദരിച്ചു എന്ന് പറയാൻ നീ ആരാണ്? സഹോദരന്മാരെ, ഈ ചരിത്ര സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? എന്താണ്? നമ്മൾ ആരാണ്? ഞാൻ നല്ലവനാണെന്നും ഞാൻ ശുദ്ധനാണ് എന്ന് പറയാൻ നമ്മൾ ആരാണ്? പുരോഹിതന്മാരാണോ? ഇന്ന ആളുകളൊക്കെ നല്ലവരാണ്, ഇന്ന ആളുകളൊക്കെ ചീത്ത ആളുകളാണെന്ന് പറയാൻ ആ ഒരു പൗരോഹിത്യത്തിൽ നിന്നല്ല ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ട് വന്നത്. ആ ഒരു പൗരോഹിത്യം വിട്ടല്ലേ നമ്മൾ വന്നത്. അപ്പൊ നമ്മളെ ഞാൻ ഈ ആദർശത്തിൽ വിശ്വസിക്കുന്നു, എന്റെ പരലോകം രക്ഷപ്പെടണം, ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം ഇസ്ലാഹി പ്രസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞതാ,
ആ റസൂലിന്റെ കാലത്തും സഹാബിമാരുടെ കാലത്തും ഖൈറുൽ ഖുറൂൻ വസാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആ പൂർവികന്മാരായ സാബിഖീങ്ങൾ, ഉദായിക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞ നല്ലവരായ ആ പൂർവികന്മാർ, ആ സലഫു സാലിഹീങ്ങളായ മുൻഗാമികൾ റളിയല്ലാഹു അൻഹും, അവരെ പിൻപറ്റിയ നന്മയിൽ അവരെ പിൻപറ്റിയവരും റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെട്ടു. വറളു അൻഹു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് അല്ലാഹ് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ താഴ്വാരങ്ങളിൽ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫിഹാ അബദ, ആ സാബിഖീങ്ങൾ ആ സ്വർഗ്ഗത്തിൽ കാലാകാലം ശാശ്വതവാസികളാണ്. ദാലികൽ ഫൗസുൽ അദീം, ഒരു വമ്പിച്ച വിജയമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ വിജയത്തിൽ അവർക്ക് കിട്ടും. ആ പൂർവികന്മാരുടെ ശേഷം പിന്നീട് മുസ്ലിമീങ്ങൾ ഉണ്ടായി, ഒരുപാട് ഭരണകർത്താക്കൾ ഉണ്ടായി. ഉമവി ഭരണകർത്താക്കൾ, അബ്ബാസി ഭരണകർത്താക്കൾ, മമാലിക്കുകൾ, ഫാത്തിമികൾ, ലോകത്തറിയപ്പെട്ട ഒരുപാട് ചരിത്രത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം വരെയുള്ള അവസാനത്തെ സാമ്രാജ്യമായ ഒട്ടോമൻ ഖിലാഫത്തുൽ ഉസ്മാനിയ വരെയുള്ള ഇസ്ലാമിക സാമ്രാജ്യങ്ങളും ഭരണകർത്താക്കളും നേതാക്കളും ഉണ്ടായി. മുസ്ലിമീങ്ങൾ ലോകത്ത് വ്യാപിച്ചു, പരന്ന് ഒരുപാട് ലക്ഷങ്ങളുണ്ടായി, കോടികളുണ്ടായി. 5-1 മുസ്ലിമീങ്ങളാണ് ഇന്ന് ലോകത്ത്. 5-1 മുസ്ലിമീങ്ങളാണ്. 5 ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ഭാഗിച്ചാൽ, 5 ഭാഗമാക്കി ഭാഗിച്ചാൽ 1 ഭാഗം മുസ്ലിമീങ്ങൾ, ബാക്കിയുള്ള 4 ഭാഗമാണ് ഈ കണ്ടു കാണപ്പെട്ട മതവിശ്വാസികളും ആ മതവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഉപവകുപ്പുകളും 10,000-കണക്കിന് ഉപവകുപ്പുകളുമെല്ലാം. അത്രയധികം മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടായി. ഷാഉലിയുല്ലാഹി ദൈലവി പറഞ്ഞത്, ഇസ്ലാമിന്റെ ചരിത്രം പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞോ അതായിരുന്നു മുസ്ലിമീങ്ങൾ. സഹാബിമാരുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൽ എന്തുണ്ടോ അതായിരുന്നു മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങളെ കണ്ടാൽ ഇസ്ലാമിനെ കാണാമായിരുന്നു. അവർ ഇസ്ലാമിന്റെയും മുത്തഖീങ്ങളുടെയും ഇമാമുകളായി ജീവിച്ചു. പിൽക്കാലത്ത് വന്നപ്പോൾ ഇസ്ലാമിന്റെ ചരിത്രം ഒരു ഭാഗത്തുകൂടി പോയി, മുസ്ലിമീങ്ങളുടെ ചരിത്രം ഒരു ഭാഗത്തുകൂടി പോയി. ഖുർആൻ അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടായി. ഇസ്ലാം എന്ന് പറഞ്ഞത് ഖുർആൻ പഠിച്ച് വായിച്ചു പഠിക്കുക എന്ന് ഖുർആൻ പഠിക്കാൻ ആവശ്യപ്പെട്ട ഒരു ഖുർആനിന്റെ അനുയായികളാണ്. ആ ഖുർആനിൽ എന്തുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ആ റസൂലിന്റെ ജീവിതം സാക്ഷിയാക്കിയ ആളുകളാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ ആ റസൂലിനെ തിരിച്ചറിയാത്ത ആളുകൾ, റസൂലിന്റെ സുന്നത്തറിയാത്ത ആളുകൾ, ദീൻ അറിയാത്ത ആളുകൾ, നമസ്കരിക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത, നോമ്പ് നോൽക്കാത്ത ആളുകൾ, വിശ്വാസമില്ലാത്ത, പഠിച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാത്ത ആളുകൾ ഒലക്കെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. റേഷൻ കാർഡിലും വോട്ടർ ലിസ്റ്റിലും ID കാർഡിലും മുസ്ലിം മാപ്പിള എന്ന് എഴുതിയ ഒരു സമൂഹം. പക്ഷേ ഇസ്ലാമും അതുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹം 2 വഴിക്ക് പോയി. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും ഇസ്ലാം ഒരു ഭാഗത്തും പോയപ്പോൾ ആ ഇസ്ലാമിനെ ഈ മുസ്ലിമീങ്ങൾക്ക് കൃത്യമായി പരിചയപ്പെടുത്താനും ഇസ്ലാമികമായ വിശ്വാസം എന്താണ്, അമലുകൾ എന്താണ്, സ്വഭാവങ്ങൾ എന്താണ്, ജീവിത രീതികൾ എന്താണ്, ഇസ്ലാമിക കുടുംബം എന്താണ്, ഇസ്ലാമിക സാമ്പത്തിക ഇടപാട് എങ്ങനെയാണ്, ഇസ്ലാമിക വ്യാപാര വിനിമയ ഇടപാട് എന്താണ്, ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി എന്താണ്, ഇസ്ലാമികമായ സംഘടനാ പ്രവർത്തനം എന്താണ്, ഇസ്ലാമികമായ വാക്കുകളും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും എന്താണ്, ഈ തരത്തിലുള്ള ഇസ്ലാമിനെ മുസ്ലിമീങ്ങളിലേക്ക് ആവഹിപ്പിക്കുവാനും ഇസ്ലാമിനനുസരിച്ച് മുസ്ലിമീങ്ങളെ പരിവർത്തിപ്പിക്കുവാനുമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തുണ്ടായത്. എല്ലാ അമ്പിയാക്കന്മാരും ആ അർത്ഥത്തിൽ മുസ്ലിഹുകളായിരുന്നു. പിൽക്കാലത്ത് ആ സഹാബിമാരുടെ കാലശേഷം ഖുലഫായികളുടെ കൂട്ടത്തിലുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകൾ, പിൽക്കാലത്തുള്ള മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള ആളുകൾ, ശൗക്കാനിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെയുള്ള ഒരുപാട് ആളുകൾ കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും ജംഇയ്യത്തുൽ ഉലമയുടെയും രൂപീകരണം വരെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഉസ്താദുമാർ, മശായിഖുമാർ അവരൊക്കെ തന്നെ ഇസ്ലാമിലേക്ക്, ഇസ്ലാമികമായ വിശ്വാസത്തിലേക്ക്, അതിന്റെ സ്വഭാവത്തിലേക്ക്, അതിന്റെ ആചാര രീതിയിലേക്ക്, അതിന്റെ സംഘടിതമായ രൂപങ്ങളിലേക്ക്, അതിന്റെ മാനമര്യാദയായ സ്വഭാവത്തിലേക്ക്, ഇസ്ലാമികമായ സംസ്കാരത്തിൽ ഉള്ള ഒരു സാമൂഹ്യ ഘടനയിലേക്ക്
ഒരു മുസ്ലിം വലിയവനും ചെറിയവനും ചെറുപ്പക്കാരനും മുതിർന്നവനും പണ്ഡിതനും സാധാരണക്കാരനും ആണും പെണ്ണും വിദ്യാർത്ഥികളും മുതിർന്നവരും ഗുരുനാഥന്മാരും വിദ്യാർത്ഥികളും ഇസ്ലാമികമായി എന്തായിരിക്കണം അവരുടെ കൾച്ചർ, അതിന്റെ സന്ദേശം എന്ന് പഠിപ്പിക്കാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതിന്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശ്വാസം മുതൽ നാട്ടിൽ വഴിയിൽ നിന്ന് മുള്ളെടുത്ത് നീക്കുന്നത് വരെയുള്ള സാധാരണ പൊതുകാര്യങ്ങളിൽ വരെ ഇസ്ലാമികമായ സന്ദേശങ്ങളിലേക്കും സംസ്കാരത്തിലേക്കും കൊണ്ടുപോകാനാണ്, അതിനുവേണ്ടിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതില്ലാതെ ഒരു പാർട്ടിയായി മാറാനല്ല, ഒരു പാർട്ടിയായി മാറാനല്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഞാനിവിടെ വെച്ച് പറയുമ്പോൾ ഈ കാരണവന്മാരുടെ മുമ്പിൽ അത് അതവുകേടായി മാറും. കാരണം അവരാണ് നട്ടു വളർത്തിയവർ. ഇസ്ലാമിലേക്ക്, ഇസ്ലാമിക സന്ദേശത്തിലേക്ക്, ഇസ്ലാമിന്റെ യഥാർത്ഥമായ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ, അതാണ് കേരളത്തിൽ ഒരു നൂറ്റാണ്ടുകാലം മുമ്പ് നശിച്ചിരുന്ന, പരസ്പരം തകർന്നിരുന്ന, തമ്മിൽ തെച്ചിരുന്ന മുസ്ലിം സമുദായത്തെ ദൈവത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ മുസ്ലിം സമുദായത്തിൽ അത് ഉറക്കെ പറയാൻ, ദൈവത്തിന് വേണ്ടി കേരളക്കരയെ നിറക്കാൻ, ഇന്ത്യ രാജ്യത്തിന് പോലും മാതൃകയാകാൻ, അതല്ല ലോകത്തിന് വരെ മാതൃകയാകാൻ, ദൈവത്തിന് മാതൃകയാവാൻ, സമൂഹത്തിലെ എല്ലാവിധ തിന്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാൻ, വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പാലിക്കാൻ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ വിശുദ്ധി പുലർത്താനുള്ള ഒരു ഇസ്ലാമിന്റെ വ്യക്തമായ കാഴ്ചപ്പാടിലേക്കും സംസ്കാരത്തിലേക്കുമാണ് ഒരു നൂറ്റാണ്ടുകാലം മുതൽ ഇസ്ലാഹി പ്രസ്ഥാനം, അതിന്റെ മശായിഖുമാരും അതിന്റെ ഉസ്താദുമാരും ജനങ്ങൾ ക്ഷണിച്ചതും വളർത്തിയതും. ആ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളടക്കമുള്ളവരാണല്ലോ പ്രതികൾ. നമ്മൾ ഈ സമുദായത്തിൽ ഇന്ന് മാതൃകയാണോ? നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ബന്ധങ്ങളും നമ്മളുടെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും എത്രമാത്രമായി എന്ന് ചോദിച്ചാൽ പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇറക്കി വിടപ്പെടുന്ന, അടിച്ചോടിക്കപ്പെടുന്ന, കള്ളന്മാരെക്കാളും കൊള്ളക്കാരെക്കാളും മോശക്കാരായി തട്ടിയകറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ പ്രസ്ഥാനവും പാർട്ടിയും നിലനിൽക്കുന്നു, ഇസ്ലാഹ് നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഇസ്ലാഹിലേക്ക് നമ്മൾ വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. നമ്മുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിയുറച്ച വിശ്വാസം, അല്ലാഹു അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, നേർച്ച വഴിപാടുകൾ പാടില്ല, അവരിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസം പാടില്ല, ആ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു വരവേൽക്കം പോലും പാടില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റാരിൽ നിന്ന് ശബദീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു നൂല് പോലും നമ്മുടെ കയ്യിലോ കഴുത്തിലോ കാതിലോ ചുറ്റാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കറുകളഞ്ഞ ആ വിശ്വാസത്തോടൊപ്പം ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫുകളുമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ച് മരിച്ചുപോയ ആ മഹാന്മാരായ ആളുകളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട്, എന്നാൽ ആരുടെയും ഒപ്പം കൂടികളല്ലാതെ, ആരുടെയും പിൻഗാമികളായി അന്ധമായി അനുകരിക്കുന്നവരല്ലാതെ, ആരോടും പ്രത്യേകമായ ഒരു തഅസ്സുബ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് ഞങ്ങൾ ശാഫികളാണ്, ഹനഫികളാണ്, ഹംബലികളാണ്, നിങ്ങളൊക്കെ പിഴച്ചവരാണ് എന്ന തഅസ്സുബില്ല എന്നതാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇമാം ശാഫിയും അഹ്മദ് ബിൻ ഹംബലും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലിക് ബിൻ അനസും എല്ലാവരും മുഹമ്മദികളായിരുന്നു, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ റിസാലത്ത് അനുസരിച്ചവരായിരുന്നു. അവരുടെയൊക്കെ പിൻഗാമികളായി ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, അതാണ് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന, അതിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ആ ഒരു സന്ദേശം നമ്മുടെ വീട്ടിന്റെ കിടപ്പറയിലും നമ്മുടെ സാമ്പത്തിക, സാമൂഹ്യ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വാക്കിൽ പോലും, ഒരു വാക്ക് പറയുമ്പോൾ പോലും അത് സത്യമാണോ അല്ലേ എന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഈ നാട്ടിൽ ഉണ്ടാകുമോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ പണവും നമ്മുടെ കഴിവും നമ്മുടെ സ്വാധീനവും നമ്മുടെ പ്രവൃത്തികളും അറിവുകളും ഒക്കെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുവാനും, അങ്ങനെ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നല്ലത് കൽപ്പിക്കുന്ന, ചീത്ത വിരോധിക്കുന്ന ഒരു സമൂഹമായി മാറാനാണ് അള്ളാഹുവിന്റെ ആ സന്ദേശപ്രകാരം ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഒരു നൂറ്റാണ്ടുകാലം നിലനിന്നത്.
ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മിൽ മാറ്റം വരുന്നുണ്ടോ നമ്മൾ നോക്കണം. ഓന് മാറുന്നുണ്ടോ എന്നല്ല, മറ്റവർക്ക് മാറുന്നുണ്ടോ, ഇവർക്ക് മാറുന്നുണ്ടോ എന്നല്ല. എനിക്ക് മാറിയിട്ടുണ്ടോ, എന്റെ വിശ്വാസത്തിലും എന്റെ ആചാരത്തിലും മാറിയിട്ടുണ്ടോ? ആരും നമ്മളെ രക്ഷപ്പെടുത്താനില്ല. നമ്മൾ ഒറ്റക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഏകരായിട്ടാണ് നമ്മൾ വന്നത്. മക്കളില്ല, കുടുംബങ്ങളില്ല, നമുക്ക് പാർട്ടിയില്ല, നേതാക്കന്മാരില്ല, അനുയായികളില്ല, മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണക്കാരില്ല. ഏകനായി ഉമ്മയുടെ മടിത്തട്ടിൽ പിറന്ന നമ്മൾ നാളെ പടച്ചവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഏകനായി നിൽക്കേണ്ടി വരും. അന്ന് എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, എന്റെ സമ്പത്ത്, എന്റെ സമയം, എന്റെ അധ്വാനം, എന്റെ സ്വാധീനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണോ, അതല്ല ഞാൻ മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയാണോ ചെലവഴിച്ചത് എന്നതിന് കൃത്യമായി പടച്ചവന്റെ മുമ്പിൽ ഒറ്റക്ക് ചെന്ന് മറുപടി പറയേണ്ടി വരും. അന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങോട്ടുണ്ടായിരിക്കില്ല എന്ന ആ ഒരു ബോധത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിന്, ആദർശത്തിന് വേണ്ടി സ്നേഹിച്ച, ഈ പ്രസ്ഥാനത്തിന്, ആദർശത്തിന് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഉൾക്കൊണ്ട നമ്മൾ ആ ആദർശത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും നമ്മുടെ വാക്കാൽ, നമ്മുടെ പ്രവൃത്തിയാൽ, നമ്മുടെ ചെയ്തിയാൽ ഈ സമുദായം വഴിതെറ്റുന്ന, അപകടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അതിന് അള്ളാഹുവിനോട് തീർത്താൽ തീരാത്ത മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകുകയും മരിക്കുന്ന ആയുഷ്കാലം അവസാനിക്കുന്നത് വരെ ജീവിതം അതെന്തെങ്കിലും ഒരു നന്മ, നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ജനങ്ങൾക്ക് കിട്ടട്ടെ, എനിക്ക് കിട്ടട്ടെ, എന്റെ മക്കൾക്ക് കിട്ടട്ടെ, എന്റെ നാട്ടുകാർക്ക് കിട്ടട്ടെ, ഈ ലോകത്തിന് കിട്ടട്ടെ, എന്റെ ആയുഷ്കാലം കൊണ്ട് ഒരു നന്മ, എന്റെ മരണം കൊണ്ട് ഒരു തിന്മയിൽ നിന്ന് നാട് രക്ഷപ്പെടട്ടെ എന്ന ഒരു മനസ്ഥിതി പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ആ ഒരു നിലപാടോടുകൂടി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തെ നമ്മൾ ഇസ്ലാഹ് ചെയ്യുക. നമ്മുടെ ഭാവിയെ പറ്റി നമ്മൾ ചിന്തിക്കുക. ആരും നമ്മളെ കൈപിടിക്കാനില്ല എന്ന ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ രഹസ്യവും പരസ്യവും നമ്മുടെ കുടുംബ ജീവിതത്തിലും, സാമ്പത്തിക ജീവിതത്തിലും, സാമൂഹ്യ ജീവിതത്തിലും, രാഷ്ട്രീയ ജീവിതത്തിലും, സംഘടനാ ജീവിതത്തിലും, സംഘടിത ജീവിതത്തിലുമൊക്കെ ശരിയായ, കൃത്യമായ ഒരു ഇസ്ലാഹിന്റെ ആ ഒരു വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല ആ ഇസ്ലാഹ് അനുസരിച്ച് ജീവിച്ചു മരിക്കാനും എല്ലാ തിന്മയിൽ നിന്നും രക്ഷപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അന്ധതകളും സമൂഹത്തിൽ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വരാനും സത്യം സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഇഹലോകം നന്മ നിറഞ്ഞൊരു ഇഹലോകവും പരലോകത്ത് രക്ഷ കിട്ടുന്ന പരലോകവും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മളെ വഴിതെറ്റിക്കുന്ന, നമ്മളെ ഭിന്നിപ്പിക്കുന്ന, നമ്മൾ ഭിന്നിച്ച എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു അവരിൽ നിന്നും, ആ അപകടാവസ്ഥയിൽ നിന്നും നമ്മളെല്ലാം രക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.